ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 9ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഏകദേശം ഒരു 1.5 മാസം മുമ്പേ തന്നെ മനോരമ മാക്സിൽ വന്നതാണ്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും കാത്തിരിപ്പുകൾക്ക് വിരാമമായിട്ട് ഈ മാസം മെയ് മാസം പകുതിയോടുകൂടി ഈ ഒരു സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സാഹചര്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ 100 കോടി കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിയാൽ ഇതിന് തൊട്ട് മുമ്പുള്ള സിനിമകളൊക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിനിമയും ഒരു മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മെയ് മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തോടു കൂടിയോ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് തുടരുന്നു പറഞ്ഞ സിനിമ. അടുത്തത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സൂര്യയുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോ എന്ന സിനിമയുടെ OTT റൈറ്റ്സ് ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ളതാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമയുടെയും റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ നമ്മുടെ അജിത് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു സിനിമയുടെ റിലീസ് മെയ് മാസം 8-ാം തീയതിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അടുത്തൊരു സീരീസ് ആണ്, ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് സോണി ലീവിലും ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഈ സിനിമ ഈ ഒരു സീരീസ് നാളെ റിലീസ് ചെയ്യേണ്ടതാണ്. സോണി ലീവിൽ സാധാരണ അങ്ങനെയാണല്ലോ, ഒരു സിനിമയോ സീരീസോ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെയാണ് ഈ ഒരു സീരീസ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അടുത്ത ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ്. സർപ്രൈസ് റിലീസ് ആയിരുന്നു. വിജയരാഘവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമ. ഈ ഒരു സിനിമ റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തതാണ്. അടുത്തൊരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. EMI എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കെരെ ബെറ്റെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മുത്തയ്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്നത് സ്പാനിഷ് മൂവിയാണ്. ദ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. വരുണൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ആഹാ തമിഴാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു ആക്ഷൻ ഡ്രാമ ബയോഗ്രാഫി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. കൊസ്റ്റാവോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നവാസുദ്ദീൻ സിദ്ദിഖൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എനദർ സിമ്പിൾ ഫേവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.